നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നാടൻ കറിയാണ് ചേമ്പ് കറി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് ചേമ്പ് കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. ചേമ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 3 അല്ലി കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ അരിഞ്ഞു വരുന്ന വരെ വെള്ളത്തിലിട്ട് വെക്കാം. അതുപോലെ തന്നെ ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടിയിട്ട് അതിനകത്തൊരു 5 ചെറിയ ഉള്ളിയുടെ അല്ലി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് നല്ല ജീരകം അതും ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫൈൻ ആയിട്ട് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ചേമ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺകലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ മൺകലാണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും നല്ലത് മൺകലാണ്. ടേസ്റ്റും ഉണ്ടാവും കറിക്ക് മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു മൺകലാണ് എടുത്തിട്ടുള്ളത്. മൺകലത്തിലേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ച് ചേമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് നേരെ പൊളിച്ചത് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് വേണം നമുക്ക്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം, 1 കപ്പ് മുതൽ 1.5 കപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്, നമ്മുടെ ചേമ്പ് മുങ്ങി നിൽക്കുന്ന പോലെ വെള്ളത്തിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റവ് ഓൺ ചെയ്യാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് തിള വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പൊ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പൊ നമ്മുടെ ചേമ്പ് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൺകലായതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അത്യാവശ്യം വെന്തുണ്ടോ നിങ്ങളൊന്ന് ഇതുപോലെ കുത്തി നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേമ്പ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചൊന്ന്, ഇതിന്റെ ഫുള്ളല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ചേമ്പ് ഒന്ന് ഉടച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഉടക്കേണ്ട കാര്യമില്ല. കുറച്ച് ചേമ്പ് ഒന്ന് ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ കൊണ്ട് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഉടച്ച് കളയരുത്. കുറച്ച് ചേമ്പ് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പൊ ചേമ്പ് ഞാനൊന്ന് കുറച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വെള്ളത്തെപ്പാടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കുടംപുളി ആ വെള്ളത്തോട് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിടണം. എപ്പോഴും ഈ പുളി ഇടുന്ന കറികളിൽ നമ്മൾ ലാസ്റ്റ് ആയിരിക്കണം. പുളി ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഉപ്പിടുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അടച്ചിട്ടൊന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല. തുറന്നു വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ കറി തിള വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഞാൻ അരച്ചു വെച്ച തേങ്ങ, അത് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും ചേർത്തിട്ട് അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കറി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് കടുക് കാച്ചാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 വറ്റൽ മുളക് നേരെ 2ആയിട്ട് പൊളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു 4-5 എണ്ണം. അപ്പൊ ഉള്ളിയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുക് കാച്ചിയതൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കറി കടുകൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളി ഇട്ട കറി ആയതുകൊണ്ട് ഉപ്പ് കൂടുതലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കൂടാൻ പാടില്ല.
അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിന്റെ കാര്യം. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്. ഇതുപോലെ നാടൻ കറികളൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഒന്ന് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് നമ്മുടെ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.